IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് 11 പോരാട്ടമാണ്. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുജറാത്തോ പഞ്ചാബോ എന്തായിരിക്കും സാധ്യത? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഒരു ശിരൻ പോരാട്ടം തന്നെയാണ് അഹമ്മദാബാദിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ഒപ്പം തന്നെ പുതിയ നായകനുമായി എത്തുന്ന പഞ്ചാബ് കിങ്സ്, അതായത് ശ്രേയസ് അയ്യരാണ് ഈ IPL ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ വിലയേറിയ താരം. 26.75 കോടി രൂപ കൊടുത്താണ് പഞ്ചാബ് അവരുടെ തലവര മാറാൻ പുതിയ തലയെ എത്തിച്ചിരിക്കുന്നത്. IPL ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും മോശം ടീമെന്ന റെക്കോർഡ് ഒരുപക്ഷെ പഞ്ചാബിന് വേണമെങ്കിൽ കൊടുത്തേക്കാം. നമ്മളെല്ലാ ട്രോളുകളും RCBക്ക് നേരെ തിരിച്ചുവിടുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ടീമെന്ന ഒരുപക്ഷെ പഞ്ചാബ് മാത്രമായിരിക്കും. ഇതേവരെ അവർക്ക് 2 തവണ മാത്രമാണ് പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത്. പ്രഥമ സീസണിൽ അവരൊരു സെമി കളിച്ചിട്ടുണ്ട്, പിന്നീട് ഒരു ഫൈനൽ കളിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കഴിഞ്ഞ 10 സീസണുകളിലായി പ്ലേ ഓഫിൽ പോലും കയറാൻ സാധിക്കാത്ത ഒരു ടീമാണ്. ഇത്തവണ ആ ടീം അടിമുടി അഴിച്ചുപെടുന്നതാണ് വരുന്നത്. ക്യാപ്റ്റനെ മാറ്റി ശ്രേയസ് അയ്യരെ ആക്കിയുണ്ട്. ഒപ്പം തന്നെ റിക്കി പോണ്ടിങ്ങിൻ്റെ തന്ത്രങ്ങളെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഗ്ലെൻ മാക്സ്വെല്ലും മാർക്കസ് സ്റ്റോയിനിസും അടക്കം ഒരു പിടി മികച്ച താരങ്ങളെയും കൊണ്ടുവന്ന് പഞ്ചാബ് ഇത്തവണ കട്ടയ്ക്ക് തന്നെയാണ്. ഒപ്പം തന്നെ സ്പിന്നരിയിലേക്ക് യുസ്വേന്ദ്ര ചഹാൽ അടക്കമുള്ളവരുണ്ട്. എന്തായാലും ഒരു ഉശ്രൻ ടീം തന്നെയാണ് പഞ്ചാബിൻ്റേത്. അവരിത്തവണ പ്ലേ ഓഫിലേക്ക് മുന്നേറിയില്ലെങ്കിൽ അത് വീണ്ടും ഒരു അത്ഭുതം എന്നേ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവർ നേരിടാനുള്ളത് ഗുജറാത്തിനെയാണ്. ഗുജറാത്ത് ആദ്യ 2 സീസണുകൾ തന്നെ വളരെ വലിയ പ്രകടനം കാഴ്ചവെച്ചതാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ആദ്യ സീസണിൽ കപ്പടിക്കുകയും 2ാം സീസണിൽ റണ്ണറപ്പുകളായും ചെയ്തു. പക്ഷേ കഴിഞ്ഞ തവണ 8ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ ആദ്യ 2 സീസണുകൾ എന്ത് ചെയ്തോ അത് ആവർത്തിക്കാനുള്ള സമയമാണ്. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൻ്റെ നെക്സ്റ്റ് ക്യാപ്റ്റൻ എന്നൊക്കെ തരത്തിൽ വിലയിരുത്തുന്ന ആ താരത്തിന് തൻ്റെ ക്യാപ്റ്റൻസി മികവ് IPL പോലൊരു വേദിയിൽ തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഗുജറാത്തിൽ വലിയൊരു സ്കോർ പിറക്കുമെന്നും അത് നല്ല ചേസ് ആകുമെന്നും, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്നലെയൊക്കെ തന്നെ കണ്ടതുപോലെ ഒരു ആവേശകരമായ പോരാട്ടം അവസാന ഓവർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം ഉണ്ടാകട്ടെ എന്നാണ് കരുതുന്നത് ക്രിസ്റ്റീന.